അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കലാണ്. നമ്മളെ സെൻ കാർബണിൻ്റെ. അപ്പോൾ പണ്ടത്തെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറേ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. ഇപ്പം പിന്നെ കാറ് എടുത്തതിന് ശേഷം ഞാൻ അധികം അങ്ങനെ എന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാറില്ല. കുറവാണ്, നല്ല കുറവാണ്. ഒന്നാമത് ടൈമില്ല. അത്യാവശ്യം അന്നൊക്കെ ആണെങ്കിൽ പണിയില്ല, വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മളെ കോസ്റ്റ്യൂംസ് എന്താ പറയുക, വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കി അതിനായിട്ട് ഇറങ്ങി ക്യാമറ എടുത്ത് പോയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ അതിനൊന്നും ടൈമില്ല, മടിയുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ കാലമായില്ലെന്ന് വെച്ച് നമ്മുടെ അടുത്തൊരു കണ്ടൻറ്റ് കിട്ടിയപ്പോൾ നമ്മൾ എവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പോകണമെന്ന് തപ്പി നടന്നപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കാർബണിൻ്റെ വീഡിയോസ് സ്കൂളിൽ നിന്നാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാനായിട്ട് നമ്മളെ വീട്ടിൻ്റെ മേലോട്ടൊന്ന് കയറാമെന്ന് വെച്ച്. അങ്ങോട്ട് കുറച്ച് കാടാണ്, അപ്പോൾ നമ്മൾ അങ്ങോട്ടേ കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊരു ചെറിയ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കയറാമെന്ന് വെച്ച പ്ലാനിൽ ഇങ്ങനെ പോയി നമ്മൾ. അപ്പോൾ അവിടുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല റിസ്ക്കി ആയിരുന്നു. കാരണം ആ സ്ഥലം അത്യാവശ്യം കല്ലൊക്കെ ഉണ്ട്, നല്ല ഹൈറ്റിൽ അടിയൊക്കെ എറിഞ്ഞ് പണിയായി. എന്താ പറയുക, നമ്മൾ സ്പ്ലിറ്റേഴ്സിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ നോർമലി അങ്ങോട്ടേക്ക് പോയി. നമ്മൾ ഋഷിൽ കൂടെയുണ്ട്, ഇവനാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളിലും അധികം എൻ്റെ അടുത്ത് തരാറ്. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു വ്യൂ ഉണ്ടാകുന്നത് നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്രയോ അടിപൊളിയാണ് ഈ ഒരു സൺസെറ്റ് വിത്ത് എന്താ പറയുക ചെറിയൊരു മഴയൊക്കെ ആയിട്ട്. വീഡിയോയിൽ എനിക്ക് അത്രയും കാണിച്ചു തരാൻ പറ്റില്ല, കാരണം സൺസെറ്റിൻ്റെ വെളിച്ചം നല്ല രീതിക്ക് അടിക്കുന്നതുകൊണ്ട്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും പൊളിച്ച് 5:30-6 മണി ടൈമായിരുന്നു. ഈ ഒരു വൈബ് സ്ഥലം ഇവിടെ വന്ന് നിൽക്കാന്ന് വെച്ചാൽ നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. പെട്ടെന്ന് ഈ ഒരു എന്താ പറയുക കാഴ്ച കണ്ടത് നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നി. പിന്നെ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണല്ലോ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ എടുത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വെർട്ടിക്കലായിട്ടുള്ളത്. എന്തായാലും കാണിച്ചു തരേണ്ടതൊക്കെ പറ്റില്ല, അതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയത്. അപ്പം നമ്മൾ ഇത്രയും എന്താ പറയുക ഇങ്ങനത്തെ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം 40 കിലോമീറ്റർ 50 കിലോമീറ്ററൊക്കെ ചിലവാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ് നമ്മൾ ഈ സൺസെറ്റൊക്കെ കാണാറ്. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം എന്താ പറയുക കുറേ പേർക്ക് എന്താ പറയുക എനിക്ക് പോലും ഇത് ഓർമ്മയുണ്ടായിട്ടില്ല. അപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് ഇനിയും സ്ഥലങ്ങളുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ട്, സ്ഥലം പൊളിച്ചില്ലേ? പണ്ടൊക്കെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നതാണ്, ബട്ട് ഇപ്പം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ് കുറച്ച് അതിൻ്റെ ഉള്ളിലോട്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ട് കടത്തി വിടാറൊന്നുമില്ല. അതുകൊണ്ട് ആൾക്കാർ കുറവാണ് പോകുന്നതൊക്കെ. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് അത് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പേരെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം മിസ്സാകുന്നത്. അപ്പോൾ വരുന്ന വഴി അത്യാവശ്യം മോശമായിരുന്നു, കാരണം ഇങ്ങോട്ടേക്ക് കാറൊന്നും അധികം പോകാറില്ല. അതുകൊണ്ട് തന്നെ ചില റോഡൊന്നും ആരും ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ ബൈക്ക് പോയാലായി, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ മഴയും കൂടി പെയ്ത് നല്ല സൺസെറ്റും വെളിച്ചവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു വൈബ് കിട്ടി. അതിനുശേഷം ഇതൊക്കെ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള റോഡ് തന്നെ കേട്ടോ. ഈ റോഡ് എൻഡ് ചെയ്തിട്ട് കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിൻ്റെ തൊട്ട് മേലോട്ട് തന്നെ, അധികം ദൂരമൊന്നുമില്ല, നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. പിന്നെ അടുത്ത പരിപാടി ഓണാക്കാന്ന് വെച്ച് നമ്മളെ ഫ്രണ്ട്സൊക്കെ വിളിക്കാൻ തുടങ്ങി. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ആയിട്ട് വിളിക്കും. അപ്പോൾ അങ്ങനെ അടുത്ത കോൾ വന്നേരം നമ്മൾ നേരെ വണ്ടി വീട്ടിൽ വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. കാർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന റിസ്ക്കാണ്, അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വെച്ച് സ്കൂട്ടി എടുത്ത് പോകാനുള്ള പ്ലാനിൽ പോയി. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നമ്മുടെ എന്താ പറയുക നമ്മളെ ആമ്പിള്ളേർ വൈകുന്നേരം 5 മണിക്കാണ് എല്ലാവരും. നമ്മൾ രാവിലെ തൊട്ട് വീട്ടിലിരിക്കേണ്ട വൈകുന്നേരം 5 മണിയാകുമ്പോൾ ആരെങ്കിലും വിളിക്കും എന്തെങ്കിലും പരിപാടിയായിട്ട്. പിന്നെ ഫുൾ ഓണാണ്, പിന്നെ നൈറ്റ് വരെ വീട്ടിലേക്ക് കയറില്ല, പിന്നെ എവിടത്തേക്കെങ്കിലും പോക്കാണ്. അങ്ങനെ നമ്മൾ സ്കൂട്ടി എടുത്ത് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ച കേട്ടോ ഇതല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു എന്താ പറയുക വെള്ളക്കെട്ട് പോലെ ഉണ്ട്, നല്ലൊരു തോടൊക്കെ ആയിട്ടുള്ള. ഇവിടെയൊക്കെ നല്ല രസമാണ്. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തിൽ തന്നെയാണ്. വൈബ് കുളം CV കോയിൻ്റെ അത്ര വരില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ പരിപാടിക്ക് വേണ്ടിയിട്ടെല്ലാം കുറച്ചിറങ്ങി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നൈറ്റായി കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ ഫുഡ് അടി ഉറപ്പാണ്. അപ്പോൾ എവിടെ പോകണമെന്ന് സ്പോട്ട് ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മളൊരു ഹോട്ടലുണ്ടായിരുന്നു. അതായത് നമ്മൾ കൂത്തുപറമ്പിൽ നിന്ന് മട്ടന്നൂരേക്ക് പോകുമ്പോൾ കരേറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയതായിട്ട് തുടങ്ങിയൊരു മലബാർ സ്പൈസസ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഫുഡാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരിക്കൽ കയറി നോർമലി സാധാ ചോറാണ് കഴിച്ചത്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി. അപ്പോൾ കയറിയപാട് നമ്മൾ കാണുന്ന ഈ മെനുവാണ്.
മെനുവിലപ്പോൾ അവർ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവരെ മെനു സ്പെഷ്യൽ ഐറ്റംസിനായിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക അൽഫാം ഷവർമ ഇതൊക്കെ തിന്ന ടൈമിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒന്നും കിട്ടാറില്ല. എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തലശ്ശേരിയൊക്കെ കണ്ണൂരൊക്കെ പുതിയ പുതിയ ഐറ്റംസ് എല്ലാം ഇറക്കാറുണ്ട്, പക്ഷെ നമുക്കൊരു വേർത്തായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഷോപ്പിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം വെച്ചാൽ ഒന്ന് കസ്റ്റമർ ഇൻട്രാക്ഷൻ, അത് നല്ലതാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക കഴിക്കാൻ തന്നെ ഒരു ആശ്വാസമായിരിക്കും. പിന്നെ രണ്ടാമത് ഡിലേ ഇല്ലാത്ത ഫുഡ് സെർവിങ് ആണ്. അപ്പോൾ ബാക്കിയുള്ളടത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഡിലേ ആണ്. ഇവിടെ അത്യാവശ്യം ഡൈനിങ് ഒക്കെ ഫുള്ളായിരുന്നു, എന്നാൽ പോലും ഡിലേ ഇല്ലാണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടത്. അപ്പോൾ അത്യാവശ്യം ബാക്കിയുള്ളതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി തോന്നി ഇവരെ ഫുഡ് സെർവിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരോട് തന്നെ ചോദിച്ചു സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ബീഫും ചിക്കനും ട്രൈ ചെയ്യാന്നുള്ള രീതിക്ക് അവർ ആദ്യം തന്നെ ഒരു ബീഫ് വരട്ട്, അതായത് വയനാടൻ ബീഫ് വരട്ട് നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്ത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് അത്യാവശ്യം കഴിച്ചിട്ട് നല്ല രീതിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത് അതിൻ്റെ ഫ്ലേവർ സ്പൈസി, അതായത് വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിതൊരു കഴിക്കാത്ത രീതിയിൽ കഴിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് നമുക്ക് കിട്ടി, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ രണ്ടാമത് നമുക്ക് ട്രൈ ചെയ്യാൻ പറഞ്ഞത് ചിക്കൻ വരട്ട്, അതായത് ചിക്കൻ വരട്ടി പൊള്ളിച്ചത്. അപ്പോൾ അതും നമ്മൾ ട്രൈ ചെയ്തു, അതും അത്യാവശ്യം നല്ല ഓക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫാണ്. ഇത് രണ്ടും നിങ്ങളെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടെന്ന് അഭിപ്രായം വേണം ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ. കണ്ട ഇവരെ ആ ഫുഡ് സെർവിങ് കണ്ട, അതന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു വാഴയിലയിൽ ചിക്കനൊക്കെ പരട്ടി പൊള്ളിച്ചെടുത്ത സാധനം, അത് നല്ല അത്യാവശ്യം നല്ലതായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബീഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ ഒന്നാമത്തെ കാരണം അതിൻ്റെ ഗ്രേവി കേട്ടോ. അതിൽ വരുന്ന ഒരു ഗ്രേവി ഉണ്ടായിരുന്നു, ഞാൻ അത് കൂട്ടിയിട്ടാണ് എല്ലാം, എനിക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഫുള്ള് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഗ്രേവി എടുത്തുകൊണ്ട് ഞാൻ കഴിച്ചത്. അതിനുശേഷം അവരിങ്ങോട്ട് വന്ന് തീർന്നു നമ്മുടെ ചിക്കൻ ടിക്കയുണ്ട്, ഒരു വെറൈറ്റി, ഒരു ഗ്രീനിഷ് കളറായിട്ട് നമ്മളെ കാന്താരിയൊക്കെ ഇട്ട് ചെയ്യുന്ന ചിക്കൻ ടിക്കയുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ലതായിരുന്നു, അത് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നേ. നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് അതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. റേറ്റ് നോക്കുകയാണെങ്കിൽ ചില കാര്യത്തിന് ചില ഫുഡ് ഐറ്റംസിന് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി, ചിലതിന് ഓക്കെ ആയിട്ടും തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, നിങ്ങളുടെ ഫുഡി ചങ്ക്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ.